സിനിമ കാണുമ്പോഴൊക്കെ നമുക്ക് തോന്നി ചേട്ടാ എങ്ങനെ ധൈര്യം കിട്ടി? ഇല്ല, ഞാൻ പറഞ്ഞു, എനിക്ക് ആക്ടിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഏത് ലെവലിൽ വരും നമ്മൾ ആലോചിക്കുമ്പോൾ തന്നെ ചിരി വന്നു പോരും. ബിക്കോസ് കഷ്ടകാലമല്ലേ അയാളുടെ നടു റോഡിൽ ഇരുന്നിട്ട് എങ്ങോട്ട് പോകണം എന്നറിയാതെ അത് വീട്ടിൽ അവിടെ എത്തിയിട്ടും കാർ എടുക്കാൻ പോലും പറ്റാത്തൊരു കഷ്ടകാലത്തിലാണ്. ഇന്നത്തെ ചിന്താ വിഷയം കോമഡി ആണെങ്കിലും ഒരു മുഴുനീള കോമഡി, എല്ലാ തരത്തിലുള്ള കോമഡി. ഇപ്പൊ ഇന്നത്തെ ചിന്താ വിഷയം പറയുമ്പോൾ ആ സിറ്റുവേഷനും കൂടി ഒരു കോമഡി ആയതുകൊണ്ടാണ് വർക്കൗട്ട് ആയത്. ആ ഏജ് ഗ്രൂപ്പിന്റെ മനസ്സിലേക്കും കൂടി കയറി ചെല്ലാനുള്ള ഒരു വലിയൊരു വേദി ഒരുക്കി തന്നത് ഉപ്പുമുളകും തന്നെയാണ്. അപ്പൊ അതാ പറയുന്നത്. അപ്പൊ ഇപ്പോഴും കൂടി എനിക്ക് മെസ്സേജ് വരികയാണെങ്കിൽ പപ്പ പറഞ്ഞിട്ട് വരിക, വിളിക്കുകയാണെങ്കിൽ പപ്പ എന്ന് പറഞ്ഞിട്ടാണ് സംസാരിക്കുക. അപ്പോൾ വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു കുട്ടി, നല്ല കുട്ടി. ആൻഡ് സെക്കൻഡ് തിങ്, ഏറ്റവും ടഫായിരുന്നു അവളുടെ സമയം. എന്താ പറഞ്ഞാൽ 90% സീനിൽ അവളുണ്ട്. വെൽക്കം ടു സി വിത്ത് എലിസ. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നമ്മുടെ പ്രിയപ്പെട്ട രാജേഷ് ഹെബ്ബാർ. ആ പേരിന് തന്നെ ഒരു ഗാംഭീര്യം ഉണ്ടല്ലേ. പിന്നെ രാജേഷ് ഏട്ടൻ്റെ പ്രിയപ്പെട്ട അനിത ഹെബ്ബാർ. അപ്പോൾ ഞങ്ങളുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. പറ. താങ്ക് യു. ഏതെങ്കിലും ഒരു ഭാഷയിൽ പറ. മന്തിരഗ്ല എന്നെ ഇല്ലഗ്ല എങ്കുള്ള ഈ വീഡിയോഗ്ല വെൽക്കം. വെൽക്കം മനസ്സിലാവുമല്ലോ? അത് മനസ്സിലാവും. എന്നെ ഗ്ലാ എന്ന് വെച്ചെന്താ? മന്തിരഗ്ല പറഞ്ഞ എല്ലാവർക്കും എങ്കുള്ള ഇല്ലഗ് പറഞ്ഞ ഞങ്ങളുടെ വീട്ടിലേക്കും ഈ വീഡിയോയ്ക്കും കുമ്മ. ഇപ്പൊ ടെക്നിക്ക് പിടികിട്ടി. എല്ലാത്തിന്റെയും കൂടെ ലാ ചേർത്ത് കഴിഞ്ഞാൽ ഇവന്മാരുടെ ഭാഷ കുറച്ചൊക്കെ കറക്റ്റാ, കുറച്ചൊക്കെ കറക്റ്റ് തന്നെയാണ് പറഞ്ഞത്. കറക്റ്റാണ്. ഈ വീഡിയോഗ്ല ഇല്ലഗ്ല പറഞ്ഞ വീട്ടിലേക്കും കറക്റ്റാണ് പറഞ്ഞത്. വീട്ടിലേക്കും കറക്റ്റാണ്. അപ്പൊ എല്ലാത്തിനും എല്ലാരും ഗ്ലാ ഉപയോഗിച്ചാൽ മതി. കുമ്മിന് പകരം അപ്പൊ ഈ ജിലേബി ഗ്ലാ എന്ന് പറഞ്ഞ താങ്ക് യു. ഇതിവിടെ ഉണ്ടാക്കിയ ജിലേബിയാണ് കേട്ടോ. അടിപൊളി, സൂപ്പർ കേട്ടോ. ഷുഗർ ആണെങ്കിലും ഞാൻ ഇങ്ങനെ നിന്നോണ്ടിരിക്കും. അപ്പൊ വിശേഷങ്ങളെല്ലാം നോക്കി വഴിയെ കാണാം അല്ലേ? ഞാൻ ഇവിടെ വരുമ്പോ ചേട്ടനോട് ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യമാണ്. അതായത് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ആളാണെന്നൊക്കെ എനിക്കറിയാം. ആ സാജൻ സൂര്യ എന്ന് പറഞ്ഞ ചേട്ടല്ലേ, സാജൻ സൂര്യ, ചേട്ടന്റെ വീട്ടിൽ കൊണ്ട് 2 ഡംബൽ വെച്ചിട്ടുണ്ട്. അത് ഇതുവരെ എടുത്തിട്ടില്ലേ ചേച്ചി? വേറെ ഇന്റർവ്യൂല് പറഞ്ഞല്ലേ. അതായത് ഭാര്യ എന്ന് പറയുന്ന സീരിയലിന്റെ സമയത്ത് അവിടെ ഒരുപാട് ദിവസങ്ങൾ ഹോട്ടലിൽ നിൽക്കുമായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഡംബൽ കൊണ്ട് ഞാൻ ഹോട്ടലിൽ വെച്ചു. അപ്പൊ എന്താ പറഞ്ഞാൽ വർക്കൗട്ട് നടക്കണമല്ലോ, അവിടെ പോയാലും വർക്കൗട്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പൊ തിരിച്ചു വരുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എപ്പോഴെങ്കിലും കാറിൽ വരുമ്പോൾ കൊണ്ടുപോവാ സാജ, തൽക്കാലം നീ നിന്റെ വീട്ടിൽ വെക്കും. ബിക്കോസ് ഹോട്ടലിന്റെ വളരെ അടുത്താണ്. സാജന്റെ വീട് ടൗണിന്റെ സെന്ററിലാണ്, സ്റ്റാച്യൂടെ അവിടെ തന്നെയാണ്. അപ്പൊ അങ്ങനെ കൊണ്ടുപോയി അന്ന് വർഷങ്ങൾക്ക് മുമ്പ് വെച്ചതാണ്. ഇന്നും ഇപ്പൊ അത് അവിടെ തന്നെ ഉണ്ട്. എന്ന് പറഞ്ഞു. സാജനല്ലേ തരും, വേണമെങ്കിൽ. പക്ഷെ തന്നില്ലെങ്കിലും കുഴപ്പമില്ല. സാജൻ ജിമ്മായ മതി. സാജൻ ഏറ്റവും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു ആക്ടേഴ്സിലെ ഒരാളാണ്. വർക്കൗട്ട് എന്ന് പറയുന്നത് ഡിഫറെന്റ് രീതിക്കാണ്. അപ്പൊ ഞാനും ചെയ്യുന്നത് ബോഡി ബിൽഡിംഗ് അല്ലല്ലോ, ഫിറ്റ്നസിനാണ്. അപ്പൊ ആ രീതിക്ക് നോക്കുകയാണെങ്കിൽ സാജനും നല്ലപോലെ, സാജനും അതെ, എന്റെ ക്ലോസ് ഫ്രണ്ട് അരുൺ രാഘു അതെ, ഈ നമ്മൾ 3 പേരും വർക്കൗട്ട് ചെയ്യുന്ന ടൈപ്പ് ആൾക്കാർ തന്നെയാണ്. സാജൻ നല്ല കെയർ എടുക്കുന്ന ആളാണ് ഫിസിക്കലില്. പിന്നെ ഫുഡിന്റെ കാര്യത്തിലാണെങ്കിലും ശരി. പിന്നെ വർക്കൗട്ട് ചെയ്യുന്ന രീതികൾ വ്യത്യാസമായിരിക്കുന്നു മാത്രം. ഈ ഒരു രസം ചോദിച്ചോട്ടെ, ഈ സാജേട്ടനും രാജേട്ടനൊക്കെ ഒരേ പ്രായമാണോ? ഒരിക്കലും അല്ല, എന്നെ കാട്ടും വളരെ ചെറുപ്പമാണ്. പാവം സാജൻ സൂര്യ. അല്ല, അങ്ങനെ ചോദിച്ചു പറഞ്ഞോണ്ടല്ലോ, പുള്ളി ഭയങ്കര ചെറുപ്പക്കാർ. എങ്ങനെ നേരത്തെയൊക്കെ കാണുന്നോ അതേപോലെ അതിലും ചെറുപ്പമായിട്ട് പുള്ളി ഇരിക്കുന്നത് ഞാൻ കഴിഞ്ഞ 2 ആഴ്ച മുന്നേ കണ്ടു, നേരിട്ട് കണ്ടു. അപ്പം നമ്മളുടെ പ്രായക്കാർ മാത്രമല്ല, ഞങ്ങളുടെ കൂടെയുള്ള എന്റെ പിള്ളേരുണ്ടല്ലോ, അവരും സാജേട്ടൻ വരുമ്പോ പറയാണ് നല്ല ഭംഗിയുണ്ടല്ലോ. നല്ല ഭംഗിയുണ്ടല്ലോ അല്ലേ? അത് ഇപ്പോഴും അങ്ങനെ ഇരിക്കുന്നു. നിങ്ങളെയൊന്നും കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ പ്രായം, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. സാജൻ എന്നെക്കാട്ടി ഏകദേശം 10-12 വയസ്സ്. അതാണ് ഞങ്ങളുടെ ആക്ച്വലി എന്റെ ഏറ്റവും നല്ല ഫ്രണ്ട്സ് എന്ന് പറയുന്നത് സാജൻ സൂര്യ, അരുൺ രാഘുവാണ്. ഞങ്ങൾ എപ്പോഴും തമ്മിൽ സംസാരിക്കുമ്പോഴും പറയാറുണ്ട്, സാജൻ എന്നെക്കാട്ടും ഒരു 10 വയസ്സെങ്കിലും താഴെയാണ്, സാജനെക്കാട്ടും ഒരു 10 വയസ്സെങ്കിലും താഴെയാണ് അരുൺ. അപ്പൊ ഏകദേശം ഇങ്ങനെ ഇത്രയും വയസ്സ് വ്യത്യാസമുള്ള ആൾക്കാരുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കളായിട്ട് ഒരു ഗ്യാങ് ആയിട്ട് ഞങ്ങൾ 3 പേരും കൂടി ഉള്ളതാണ്. അത് ഞങ്ങളുടെ ഒരു സ്വപ്നം ഒന്നിച്ച് കാണുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസ്. അതായത് ഞങ്ങൾ സിനിമ സ്വപ്നങ്ങൾ ഒപ്പം കാണുന്ന ആൾക്കാരാണ്. അപ്പൊ ഞങ്ങളുടെ ഒരു സിനിമ ഉണ്ടാവും, എന്തായാലും ഉണ്ടാവും. ഇപ്പൊ എങ്ങനെയാണെന്ന് അറിയില്ല, നമ്മൾ അതിന്റെ പണിപ്പുരയിലാണ്.
അപ്പോൾ ഞങ്ങൾ 3 പേരും ചേർന്ന് ട്രയോ എന്ന് പറഞ്ഞിട്ട് ടീം ട്രയോ പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്ഷൻ കമ്പനി. പൈസ ഒന്നും കോടികളൊന്നും നമ്മുടെ അടുത്തില്ല. ഞങ്ങൾ നല്ല കഥയും നന്നായിട്ട് അഭിനയിക്കും സാർ എന്ന് പറഞ്ഞ കുറേ പ്രൊഡ്യൂസേഴ്സിനെ കണ്ടിട്ടുണ്ട്. അതിൽ പലരും ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ അതിൻ്റെ അറ്റത്തെത്തി നിൽക്കുന്നുണ്ട്. നന്നായിട്ടൊരു നല്ലൊരു അടിപൊളി ഇതായി വരട്ടെ അല്ലേ, സംരംഭമായി തീരട്ടെ. നിങ്ങളെ കൂടി സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും. ഞാൻ അവിടെ ഒരു കാര്യം കണ്ടത്, ബൂമറാങ്ങൾ ഇത് ഞാൻ ഫസ്റ്റ് ടൈം ഇങ്ങനെ അടുത്ത് കയ്യിലെടുക്കുന്നു. ഞാൻ പടത്തിലൊക്കെ കണ്ടിട്ടുള്ളൂ. ഇതെവിടുന്നാ? ഞാൻ ഒഫീഷ്യലി ഓസ്ട്രേലിയയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ സോഫ്റ്റ്വെയർ കമ്പനിയിലാവുമ്പോ കേട്ടോ. അപ്പൊ അവിടുന്ന് ഞാൻ കൊണ്ടുവന്ന ഒരു സംഭവമാണ് ഇത്. അവിടുത്തെ അബോറിജിനീസ് അതെ, സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ട് പോയതാണ്. അപ്പൊ അവിടുത്തെ അബോറിജിനീസ് ഉണ്ടാക്കിയതാണ് പറഞ്ഞിട്ടാണ് ഞാൻ വാങ്ങിയിട്ട് വന്നത്. ഞാൻ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ, ഇറങ്ങി കണക്ക്. ചിലപ്പോൾ അതിന് വഴിക്കത് പോയത്. ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലല്ലേ? ഞാൻ ഇങ്ങനെ കണ്ടപ്പോ ഇത് ബൂമറാങ് അല്ലേ ഡോപ്പി എന്ന് പറഞ്ഞത്. അതുപോലെ എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു, ഹെബാസ്. ഇത് ബാലി അല്ലേ? ഇത് ഞങ്ങൾ ഫാമിലി ആയിട്ട് എല്ലാവരും കൂടി മോനെ കല്യാണം കഴിക്കാൻ പോകുന്ന മാനസി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഫാമിലി ആയിട്ട് ബാലി വരെ പോയിട്ട് ഒരു അടിപൊളി ട്രിപ്പായിരുന്നു. ഡിസംബറിലല്ലേ നമ്മൾ പോയത്. ന്യൂ ഇയറിന് ജസ്റ്റ് തിരിച്ചെത്തി. 30th നല്ല എന്താ പറയാ, നിങ്ങളെ കൂടെ ഇങ്ങനെ നടക്കുമ്പോഴേ ഭയങ്കര നല്ലൊരു പോസിറ്റീവ് വൈബാണ് കേട്ടോ. എല്ലാരും പറയില്ലേ അങ്ങനെ? എല്ലാരും പറയാറുണ്ട്. അത് പ്രത്യേകിച്ച് വേറൊന്നുമല്ല, ഈ വീട്ടിൽ വരുമ്പോ തന്നെ ഒരു രസമാണെന്ന് പറയാറുണ്ട്. ചേച്ചിക്ക് ഏത് സിനിമയാണ് ചേട്ടൻ്റെ ഏറ്റവും ഇഷ്ടം? എനിക്ക് ഉള്ളൊരുക്കം. ഞങ്ങൾ എങ്ങനെയാ വെച്ചാൽ ഞാൻ എപ്പോഴും വിചാരിക്കും ഇവന്റെ ഏറ്റവും ബിഗസ്റ്റ് ക്രിട്ടിക്സ് ഞങ്ങളാണ്, ബിഗസ്റ്റ് ഫാൻസും. ഓരോ പ്രാവശ്യം അത് ചാനലിൽ വരുമ്പോൾ ഞങ്ങൾ കാര്യം ബ്യൂട്ടിഫുൾ പെർഫോമൻസ് എല്ലാവർക്കും ചെയ്യാം. ദൂരദർശന് വേണ്ടിയിട്ട് ശ്യാമപ്രസാദ് സാറ് ചെയ്ത ഒരു സ്പെഷ്യൽ പ്രോജക്റ്റാണ്. അതായത് അന്ന് കഥാപൈതൃകം എന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ ഏറ്റവും നല്ല എഴുത്തുകാരുടെ പല കൃതികളിൽ നിന്നും നാഷണൽ ആൻഡ് എന്താ പറയുക സ്റ്റേറ്റ് അവാർഡ്, നാഷണൽ അവാർഡ് കിട്ടിയ കുറേ ഡയറക്ടേഴ്സിന് ഓരോ കഥകൾ കൊടുത്തിട്ട് ചെയ്തൊരു വർക്കാണ്. അതിൽ പല കഥകളിൽ ഒരു കഥയായിരുന്നു ഉള്ളൊരുക്കം. അത് NP മുഹമ്മദ് സാറിൻ്റെ ഉള്ളൊരുക്കം എന്ന് പറയുന്ന ചെറുകഥയെ ആസ്പദമാക്കിയിട്ട് ശ്യാമപ്രസാദ് സാർ ഷൂട്ട് ചെയ്തതാണ്. അതാണ് അതില് പെർഫോമൻസസ് ഒരു ചെറിയൊരു മെന്റൽ പ്രോബ്ലം ഉള്ള ഒരാളായിട്ടാണ് മൊയ്താലി കാക്ക എന്ന് പറയുന്ന യൂട്യൂബിലുണ്ട്. ഇപ്പൊ ഭയങ്കര ഒരു ഉള്ളൊരുക്കം ഭയങ്കര ഒരു ഡിഫിക്കൽട്ട് പെർഫോമൻസ് ആയിരുന്നു. പിന്നെ എനിക്ക് ഇന്നത്തെ ചിന്താവിഷയം സത്യം പറയാം, ഐ ടെൽ യു സംതിങ്, എല്ലാവർക്കും അത് കംഫർട്ടബിൾ ആയി ചെയ്യാൻ പറ്റില്ല. ഒന്നുമില്ലെങ്കിൽ അത് വൾഗറായി പോവായിരുന്നു. പക്ഷെ അത് ദ വേ ഹി ഹാൻഡിൽഡ് ഇറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ എപ്പോഴും പറയുന്നത് അവൻ്റെ അടുത്ത്, അത് പുറത്ത് വന്ന് ഒന്നില്ലെങ്കിൽ ഞാൻ ബുർക്കട്ട് നടക്കേണ്ടി വരുന്നു. പക്ഷെ അതിൽ അങ്ങനെ ആയിരുന്നില്ല. അവന് ഭയങ്കര അപ്രീസിയേഷൻ ആയിരുന്നു തിയേറ്ററിൽ. ഫിലിം എത്ര നന്നായി ചെയ്തു എന്ന് എനിക്കറിയില്ല, പക്ഷെ ഇവന്റെ എങ്ങനെ അത് ആ സിനിമ കാണുമ്പോഴൊക്കെ നമുക്ക് തോന്നി, ചേട്ടാ എങ്ങനെ ധൈര്യം കിട്ടി? ഇല്ല, ഞാൻ പറഞ്ഞു, എനിക്ക് ആക്ടിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഏത് ലെവലിൽ വരുമ്പോൾ അത് സത്യം പറഞ്ഞാൽ അതിനെ ആ റോളിനെ കുറിച്ചും ജസ്റ്റ് അപ്പോൾ വന്ന് ചെയ്യാൻ പറഞ്ഞതല്ല. എന്നെ ആക്ച്വലി സത്യൻ സാർ വിളിച്ചു, കൊച്ചിയിലുണ്ടാവും, വിളിച്ചിട്ട് ഷോട്ട് ബൈ ഷോട്ട് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞത്. ഞങ്ങൾ മനസ്സിലാക്കിയിൽ ഓൾറെഡി കൂടെ വർക്ക് ചെയ്തിരുന്നു, അതിനുശേഷം ചെയ്യുന്ന പടമാണ്. അപ്പോൾ സാറ് പറഞ്ഞു, ഞാൻ ഇത് കണ്ടിരിക്കുന്ന മനസ്സിൽ ഇങ്ങനെയാണ് സീൻ, ഇതാണ്, ഇങ്ങനെയൊക്കെയാണ് ഞാനത് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. രാജേഷിന് അതിനെന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത്, സാറ് ചെയ്യുന്നത് മൊത്തം ഫാമിലി ഓഡിയൻസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ സാറ് ഹാൻഡിൽ ചെയ്യുമ്പോൾ അത് അത്രയും രസകരമായിട്ട് ഫാമിലിക്ക് ആസ്വദിച്ച് ചിരിക്കാൻ പറ്റുന്ന രീതിയിലേ ചെയ്യുള്ളൂ. അതിനൊരു നല്ല മെസ്സേജും ഉണ്ട്. അതായത് ഇങ്ങനത്തെ ഞരമ്പരോഗികൾക്കുള്ളൊരു മെസ്സേജും ഉണ്ട്. മോശമായിട്ട് പെരുമാറരുത്, സ്ത്രീകളോട് റെസ്പെക്റ്റോടെ പെരുമാറണം, ഇല്ലെങ്കിൽ 8ന്റെ പണി കിട്ടും, പ്രതികരിക്കും, 8ന്റെ പണി കിട്ടും എന്നുള്ളൊരു നല്ല മെസ്സേജും കൂടി അതിലൂടെ സാറ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർക്ക് എന്നിൽ കോൺഫിഡൻസ് ഉണ്ടോ, അതായത് എനിക്കിത് ഇങ്ങനത്തെ ഒരു കോമഡി സീൻ നല്ല രീതിക്ക്. അപ്പോൾ സാർ പറഞ്ഞു, അതുകൊണ്ടല്ലേ ചോദിച്ചത്. ഞാൻ പറഞ്ഞു, ഞാൻ 100% റെഡി. എന്താ പറഞ്ഞാൽ ഞാൻ എക്സൈറ്റഡ് ആയി. ഞാനത് സാർ ആ സീൻ പറയുമ്പോൾ തന്നെ ഞാൻ ചിരിക്കാൻ തുടങ്ങി. ബിക്കോസ് നമ്മൾ ആലോചിക്കുമ്പോൾ തന്നെ ചിരി വന്നു പോലും. ബിക്കോസ് കഷ്ടകാലമല്ലേ അയാളുടെ, നാട്ടു റോഡിൽ ഇരുന്നിട്ട് എങ്ങോട്ട് പോകണം എന്നറിയാതെ, അത് വീട്ടിൽ അവിടെ എത്തിയിട്ടും കാർ എടുക്കാൻ പോലും പറ്റാത്തൊരു കഷ്ടകാലത്തിലാണ്. അതൊക്കെ ആക്ച്വലി ഒരു കോളനിയിലാണ് ഷൂട്ട് ചെയ്തത്. നാട്ടുകാർ മൊത്തം ചുറ്റുമുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ സാർ എന്നെ ഒരേ സമാനപ്പെടുത്തലായിരുന്നു. അത് ആദ്യത്തെ ഷോട്ടൊക്കെ എടുക്കുമ്പോൾ, രാജേഷ് എന്തിനാ വിഷമിക്കുന്നത്, 16 വൈദ്യനില എന്ന് പറയുന്ന സിനിമയിൽ കമലഹാസൻ കോണകമാത്രമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ലാൽ സാർ എന്നെ പറ്റേ എന്താ തന്മാത്ര എന്ന് പറഞ്ഞാൽ, അപ്പൊ ഇതുപോലെ നമ്മൾ ക്യാരക്ടറായിട്ട് എടുത്താൽ മതി. അപ്പോൾ സാറ് എന്നെ സമാധാനിപ്പിച്ചാണ്.
അപ്പോൾ ഈ ഷൂട്ടിങ്ങിന് കുറേ ദിവസത്തെ ഷൂട്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഷൂട്ടിങ്ങിന് പോയിട്ട് ഒരു ദിവസം അപ്പോൾ ഒരു ഷോട്ട് എടുക്കാൻ ഇത്തിരി വൈകിയപ്പോൾ അഴകപ്പൻ സാർ ക്രെയിൻ്റെ മുകളിലായിരുന്നു. പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു, അയ്യോ എനിക്ക് ലെൻസ് ഒന്ന് മാറ്റണം, രാജേഷിന് ആരെങ്കിലും പെട്ടെന്നൊരു ലൊങ്കി കൊടുക്കുമോ? സത്യൻ സാർ ഇങ്ങനെ എന്നിട്ട് പറയുന്നു, ഇയാളോ ദിവസം മുഴുവൻ പണി നിന്നോളൂ, അയാൾക്ക് ഒരു കുഴപ്പമില്ല. എനിക്ക് അങ്ങനത്തെ സാർ ഒന്നാമത് ഞാനിങ്ങനെ അധികം സെറ്റിലൊക്കെ പോയാൽ പെട്ടെന്ന് അങ്ങനെ ഞാൻ എൻ്റെ വർക്ക് ചെയ്യും പോകും, അങ്ങനത്തെ ഒരു ടൈപ്പാണ്. അപ്പോൾ സാർ വിചാരിച്ചിട്ട് ഞാൻ ഭയങ്കര സീരിയസ് ആകാണ്. പക്ഷേ ഇതും കൂടി മനസ്സിലാക്കലിൽ എന്നെ കണ്ടിട്ടുണ്ടെങ്കിലും അവിടെയും ഞാൻ സെറ്റിൽ എങ്ങനെയായിരുന്നു, സീൻ എന്താണെന്ന് വന്നാൽ അവിടെ സീൻ ചെയ്യും, അത് കഴിഞ്ഞാൽ സാർ 2 ദിവസം എടുക്കും. പക്ഷേ ഇത് കഴിഞ്ഞപ്പോൾ 4-5 ദിവസം കറക്റ്റ് കഴിഞ്ഞപ്പോൾ സാർക്ക് മനസ്സിലായി ഈവൻ റോളിന് വേണ്ടിയിട്ട് എന്തും ചെയ്യും, ഒരു കുഴപ്പമില്ല പറഞ്ഞിട്ട്. അല്ല സി എന്താ നമ്മൾ നോക്കുന്നത്, അല്ല നമ്മൾ ക്യാരക്ടർ, ഞാനതാണ് പറഞ്ഞത് ആദ്യം സാറോട് ചോദിച്ച പോലെ, ഞാൻ പറഞ്ഞ പോലെ ആ ക്യാരക്ടറിന് അവിടെ അത് ആവശ്യമാണോ സ്ക്രിപ്റ്റിൽ? അല്ലാതെ നമുക്ക് വളരെ വൾഗറായിട്ട് ചെയ്യുന്ന ഒരു സീനാണെങ്കിൽ ചിലപ്പോൾ അത് സാറ് ചെയ്യില്ല. നമ്മൾ വേറൊരു സിനിമയിലാണ് അപ്പോൾ വളരെ വൾഗറായിട്ടുള്ള ഇതാണ് നമ്മൾ നോ പറയും. അല്ലെങ്കിൽ ഞാൻ പറയണത് വസ്ത്രം ഇടണ്ടോ ഇല്ല എന്നുള്ളതല്ല, അത് നമ്മൾ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു, എന്തിന് അത് ആവശ്യമുണ്ടോ, അത് ആ കഥയ്ക്ക് കാര്യമുണ്ടോ, അത് എന്ത് രീതിയിൽ ചെയ്തു. ഇപ്പോൾ ടവൽ ഡാൻസ് ഞാനും സാഹചര്യം കൂടി ചെയ്തു. കുറേ ആൾക്കാർ ആദ്യമൊക്കെ എന്താ പറയുക എന്തിനാ, പക്ഷേ 99% ആൾക്കാരും അത് ഇഷ്ടപ്പെട്ട് ഇപ്പോഴും അത് വൈറലായിക്കൊണ്ടിരിക്കുന്നു. അതൊരു ഏതൊരു കുഞ്ഞുകുട്ടിക്ക് ആലോചിച്ചാലും അറിയാം, നമ്മൾ നാച്ചുറലി പ്രൊട്ടക്ഷനൊക്കെ എടുത്തിട്ട് തന്നെയാണ് അല്ലാതെ ഫോറിനേഴ്സ് ചെയ്യുന്ന പോലെ നമ്മൾ വെറും ടവൽ വെച്ചിട്ടൊന്നുമല്ല. രണ്ടാമത്തെ കാര്യം, ചാനൽ ഞങ്ങളോട് പറഞ്ഞത് ആക്ടേഴ്സ് ഇത് ചെയ്തിട്ടില്ല, ഡാൻസേഴ്സ് പക്ക ഡാൻസേഴ്സ് ഇത് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട് ഫോറിനിലും. പക്ക ആക്ടേഴ്സ് ഇത്രയും ഡിഫിക്കൽട്ട്, ഇത് പണിയാണ്, ബിക്കോസ് ടൈമിങ് മാറിയ എല്ലാം പ്രശ്നമായി പോകും. അപ്പൊ അത് രണ്ടാമത്തെ ടൈമിങ് മാറിയ പ്രശ്നമെന്ന് പറയുമ്പോൾ ആലോചിച്ചാണ് രണ്ടുപേരും ടവലൊക്കെ പോയി ഞാനും സാഹചര്യമൊക്കെ എങ്ങനെ സ്റ്റേജിൽ സ്റ്റക്കായി നിൽക്കുന്നതായിട്ട് ആലോചിച്ചിട്ടുണ്ടോ? അല്ല പിന്നെ ഒന്നും കൂടി ഉണ്ട്, ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുടെ അടുത്തുള്ള കോൺഫിഡൻസും കൂടി ഉണ്ടല്ലോ. അപ്പോൾ സാജനും പറഞ്ഞത്, രാജേഷ് ഏട്ടനാണ് ഞാനിത് അറ്റംപ്റ്റ് ചെയ്യാന്ന് ചാനലിനോട് പറഞ്ഞു. എന്നോട് ചാനൽ പറഞ്ഞത്, സാജൻ പറഞ്ഞത് ഇങ്ങനെയാണ്, റെഡി നിങ്ങൾ, ഞാൻ പറഞ്ഞു സാജനാണോ, ഞാൻ റെഡിയാണ് അങ്ങനെ. പക്ഷെ അത് ഇന്നും ഈയിടെയായിട്ടും കൂടി ഒരു മാസങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് അറിയാൻ വൈറലായിട്ടുണ്ട്, വീണ്ടും വൈറലായി. അപ്പൊ ഞാൻ പറയുന്നത് ഇപ്പൊ ബുദ്ധിയുള്ള ആൾക്കാർക്ക് അതിനൊരു തമാശയായിട്ടും അത് എല്ലാ രീതിക്കുള്ള ഒന്നാമത് അവിടെ സ്റ്റേജിന്റെ ബാക്കിലും ആൾക്കാരുണ്ട്, ആങ്കർ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഫ്രണ്ടിലുള്ള സീറ്റിലുള്ള ആൾക്കാർക്ക് എല്ലാ ആംഗിളിൽ നിന്നും കാണാം. കൃത്യമായിട്ടും എല്ലാ പ്രൊട്ടക്ഷനും ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ചെയ്യുമ്പോൾ കോമഡി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്പ്രഷനിലൂടെയും ഇത് ഒന്നുമില്ല എന്ന് തോന്നിപ്പിച്ചു. പറയണതിന്റെ ഇടയിൽ വേറെന്തൊരു സിനിമയും കൂടി ഇഷ്ടമാണെന്ന് പറയാൻ പോയില്ലേ, അതേതാ? പ്രിയമാനസം. എന്താ അറിയോ, അതുവരെ അവൻ ചെയ്യാത്തൊരു കാര്യമായിരുന്നു ആ ഒരു കഥകളി പെർഫോമൻസ്. അത് അത്രയും ഷോർട്ട് ഡേയ്സിൽ പഠിച്ചെടുത്ത് അവൻ ചെയ്യുകയും ചെയ്തു. ആൻഡ് അവന് കുറേ കമൻസ് വന്നു, അതായത് അറിയുന്നവര് ചെയ്തത് 90% പെർഫെക്റ്റ് ആയിട്ടായിരുന്നു ചെയ്തത് എന്നുള്ളത് അത്രയും ഷോർട്ട് ഡേയ്സിൽ. എന്തിലും വൈഫായിട്ട് പറയല്ല കേട്ടോ, അവൻ ചെയ്ത എന്തിലും അവനൊരു വ്യത്യാസം കൊണ്ടുവരും. അത് ഫാമിലി ആയതുകൊണ്ടല്ല, അവനത് കൊണ്ടുവരും. ഒരു വില്ലൻ ആണെങ്കിൽ കൂടി ഒരു ടിപ്പിക്കൽ മുഖം ഗോഷ്ടി കാണിക്കും, എന്തെങ്കിലും ഒരു വ്യത്യാസം അവനത് കൊണ്ടുവന്നിരിക്കും. ആൻഡ് ആ കഥകളി പെർഫോമൻസ് വാസ് ബ്യൂട്ടിഫുൾ. ഞാൻ ഇപ്പോഴും കൂടെ ഐ തിങ്ക് ഐ ഹാവ് ദാറ്റ് ക്ലിപ്പിംഗ്. എത്ര വേറൊന്നുമല്ല, ആക്ച്വലി ഉണ്ണായി വാര്യർ ഒരിക്കലും ഒരു കഥകളി ആർട്ടിസ്റ്റ് ആയിരുന്നില്ല. പക്ഷെ അതിന്റെ ക്ലൈമാക്സിൽ ഒരു ഫാന്റസി പോർഷനിൽ ഉണ്ണായി വാര്യർ ഒരു കഥകളി ചെയ്യുന്നുണ്ട്. അപ്പോൾ വിനോദ് മങ്കരയാണ് ഇതിന്റെ ഡയറക്ടർ, ഒരുപാട് നാഷണൽ അവാർഡ്സ് കിട്ടിയ ഡോക്യുമെന്ററി കിട്ടിയ ഡയറക്ടറാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് കളിക്കുമ്പോൾ പഠിച്ച പോലെ ഉണ്ടാവും. അതായത് ഉണ്ണായി വാര്യർ അല്ലെങ്കിലും ഫാന്റസിയിൽ ഉണ്ണായി വാര്യർ അദ്ദേഹത്തിന്റെ ഒരു കഥാപാത്രമായിട്ട് മാറുകയാണ്. അപ്പൊ ആ കഥാപാത്രമായി മാറുമ്പോൾ ചെയ്യുന്നത് 90% ഒരു കാണുമ്പോൾ അറ്റ്ലീസ്റ്റ് എങ്കിലും തോന്നണം പഠിച്ച ആളാണ്. അങ്ങനെ ഞാൻ നാരായണൻകുട്ടി സാർ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ചെറുപ്പശ്ശേരിയുടെ അവിടെ പോയിട്ട് പഠിച്ചിട്ട്, അപ്പോൾ ആ സാറ് പറഞ്ഞു നേരെ ക്യാമറയുടെ മുമ്പിലേക്ക് കയറുമ്പോൾ ഫുൾ ഇത്രയും മേക്കപ്പ് ഒക്കെ ചെയ്ത് വരുമ്പോൾ ഭയങ്കര ഹെവി, അത് ഫസ്റ്റ് ടൈം യൂസ്ഡ് ആയില്ലെങ്കിൽ നമുക്ക് കളിക്കാൻ പറ്റില്ല, അപ്പോൾ അരങ്ങേറ്റം ചെയ്യണം പറഞ്ഞു. അങ്ങനെ പ്രൊഡ്യൂസറിന്റെ ചെലവ് ഒരു അമ്പലത്തിൽ അരങ്ങേറ്റം ചെയ്തു. ഈ പഠിച്ച മുഴുവൻ ഡാൻസ് അല്ല, ഈ പഠിച്ച സംഭവം, സിനിമയ്ക്ക് വേണ്ടി പഠിച്ച സംഭവങ്ങൾ അരങ്ങേറ്റമായിട്ട് ഒരു അമ്പലത്തിൽ ചെയ്തിട്ടാണ് പിറ്റേ ദിവസമാണ് സിനിമ ഷൂട്ടിംഗ് തുടങ്ങിയത്. അങ്ങനെ അതിൽ സംസ്കൃതമാണ്, ഞാൻ സ്വന്തമായി ഡബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല ഈ സിനിമ 27 ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലേക്ക് പോവുകയും ചെയ്തു. ഉണ്ണായി വാര്യരുടെ ലൈഫിനെ കുറിച്ച് പഠിക്കുകയും പറ്റാവുന്നത്ര, പ്ലസ് അദ്ദേഹത്തിനെ പറ്റിയിട്ട് ഒരുപാട് ഡീറ്റെയിൽസ് ഇല്ല. അപ്പോൾ വിനോദ് മങ്കരയുടെയും കൂടി ഇൻപുട്സിലൂടെ നമ്മളൊരു ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്തെടുക്കണം. അതൊരു വലിയ ചാലഞ്ചായിരുന്നു, ഒരു ജീവിച്ചിരുന്ന മനുഷ്യനാണല്ലോ. അപ്പോൾ അങ്ങനെ അതെടുത്തിട്ട് ചെയ്യാന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ നാഷണൽ അവാർഡ് കിട്ടുകയും IFFI ഗോവ 27 ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ, ഇതൊക്കെ ഒരു നമ്മൾ
ചരിത്രത്തിന്റെ ഒരു ഭാഗമാവുക എന്നുള്ളതാണ് ഏതൊരു ആക്ടറിന്റെ ആഗ്രഹം അല്ലേ? നമ്മളെപ്പോഴും നമ്മുടെ കാലം കഴിഞ്ഞാലും നമ്മൾ ഓർക്കണം, നമ്മൾ ജീവിച്ചില്ലാത്ത നമ്മുടെ മക്കളുടെ കാലം വരുമ്പോൾ ആരെങ്കിലും ഒന്ന് ഓർക്കണേ എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുക. അപ്പം ഇതിപ്പോൾ ഓൾറെഡി നമ്മുടെ PSC എക്സാമിലൊക്കെ ഈ സിനിമയെ കുറിച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ തുടങ്ങി. അപ്പോൾ ഇത് ചരിത്രത്തിന്റെ ഒരു ഭാഗമായി. ഞാനെന്നല്ല, ആ സിനിമയിൽ വർക്ക് ചെയ്ത എല്ലാവരും അല്ലേ, ആ സിനിമയും. അപ്പോൾ അത് വലിയൊരു ആസ് ആൻ ആർട്ടിസ്റ്റ് വലിയൊരു സന്തോഷമാണ്. എല്ലാവർക്കും എന്താ രാമകുമാരനോട് ഇത്ര സ്നേഹം അല്ലേ? എന്ത് സ്നേഹമാണ്. ഞങ്ങളൊരു കല്യാണത്തിന് പോകുമ്പോ ഒക്കെ ഏറ്റവും ചെറിയ കുട്ടികളാണ് വന്നിട്ട് ഓടി വന്നിട്ട് രാംകുമാറേ, അത് നമ്മുടെ പാറക്കുട്ടി അതാണല്ലോ എന്നെ വിളിക്കുക, രാംകുമാറേ അങ്കളെന്നല്ല, രാംകുമാറേ എന്ന് വിളിക്കുക. സ്വന്തം വയസ്സിലുള്ള ആളെ പോലെയാണ് വിളിക്കുക. അല്ല, ഈ പറഞ്ഞ പോലെ ഉപ്പുമുളക് ഒരു വളരെ സ്പെഷ്യൽ, എൻ്റെ ജീവിതത്തിൽ ഒരു വളരെ സ്പെഷ്യൽ സ്ഥാനമുണ്ട്. ഞാൻ കോമഡി നേരത്തെ ചെയ്യും, ഒരിടത്തുനിന്ന് പറഞ്ഞിട്ട് ഉണ്ണി ചെറിയാൻ സാർ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതും ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അനു ജോസഫ് ഞാനും. പക്ഷെ ഇത്രത്തോളം ജനകീയമായിട്ട് ആൾക്കാരിലേക്ക് എത്തിപ്പെട്ടത് കോമഡി എന്ന് പറയുന്നത്, ഞാൻ ഇന്നത്തെ ചിന്താ വിഷയം കോമഡി ആണെങ്കിലും ഒരു മുഴുനീള കോമഡി, എല്ലാ തരത്തിലുള്ള കോമഡി. ഇപ്പൊ ഇന്നത്തെ ചിന്താ വിഷയം പറയുമ്പോൾ സിറ്റുവേഷനും കൂടി ഒരു കോമഡി ആയതുകൊണ്ടാണ് വർക്കൗട്ട് ആയത്. ഒരിടത്ത് പറയുമ്പോൾ കുറേ കൂടി സീരിയസ് കോമഡി ആയിരുന്നു, അതായത് നമ്മുടെ ജീവിതത്തിൽ നടക്കാവുന്ന വേറെ കുറച്ച് സീരിയസ് കാര്യങ്ങൾ എടുത്തിട്ട്. പക്ഷെ ഇതിൽ എല്ലാ ടൈപ്പും ചെയ്തു. അതായത് ഫിസിക്കൽ കോമഡി ചെയ്തു, നമുക്ക് ചിന്തിപ്പിക്കുന്ന കോമഡി ചെയ്തു, ബിജുവിന്റെ കൂടെയുള്ള രസകരമായ കോമ്പിനേഷൻസ്, ഓൺ ദ സ്പോട്ട് ഇന്നോവേഷൻസ്, എന്നെ രാമകുമാര എന്ന് വിളിക്കുന്ന നമ്മുടെ ശങ്കരപ്പൂപ്പന്റെ കൂടെയുള്ള ഒരുപാട് കാര്യങ്ങൾ, സജിതേനെ വെള്ളമടിപ്പിക്കുന്ന എപ്പിസോഡ്സ്, അങ്ങനത്തെ ഈ എന്താ പറയുക, ആൾക്കാർ ശരിക്കും ഓർത്തോർത്ത് ചിരിക്കാനുള്ള കാര്യം എനിക്കും ഒരുപാട് ഓർക്കാനും. അത് മാത്രമല്ല, വേറൊരു ഏജ് ഗ്രൂപ്പ്, വളരെ യങ്ങായിട്ടുള്ള ഒരു ഏജ് ഗ്രൂപ്പിൽ, ഇപ്പൊ പറഞ്ഞില്ലേ മക്കള്, ആ ഏജ് ഗ്രൂപ്പിന്റെ മനസ്സിലേക്കും കൂടി കയറി ചെല്ലാനുള്ള ഒരു വലിയൊരു വേദി ഒരുക്കി തന്നത് ഉപ്പുമുളകും തന്നെയാണ്. അത് വളരെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ശരിക്കും ഞാൻ ഒരു വർഷമാണ് അതിലുണ്ടായിരുന്നത്. ഞാൻ 2023 ഫെബ്രുവരിയിലാണ് ഉണ്ടായത്. ഇപ്പോൾ 2024 ഫെബ്രുവരിയിലാണ് അത് അവസാനിച്ചത്. അപ്പോൾ 13 മാസം ഏകദേശം കൃത്യം കണക്ക് നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഒരു വർഷത്തിന് മേലെ ശരിക്കും ആഘോഷിച്ചു. അതിന് താങ്ക്സ് പറയേണ്ടത് പ്രേക്ഷകരോട് തന്നെയാണ്. ബിക്കോസ് ഒരു ക്യാരക്ടറിനെ ആക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് അത് അവിടെ അത്രയും കാലം നിലനിൽക്കുക, ഒരു പ്രോഗ്രാമിലോട് മുന്നോട്ട് പോകും. അപ്പോൾ അതിന് പ്രേക്ഷകരോട് 1000 നന്ദി. പിന്നെ നമ്മുടെ ഒരു മോളെ കൂടെ കിട്ടി. പിന്നെ പാർവതി അയ്യപ്പദാസ്, അത് പറയാതെ വയ്യ, ഇപ്പോഴും കൂടെ പപ്പാന്ന് വിളിക്കും. പപ്പ, അതാണ് എന്റെ വൈഫ് അതാ പറയുന്നത്. അപ്പൊ ഇപ്പോഴും കൂടി എനിക്ക് മെസ്സേജ് വരികയാണെങ്കിൽ പപ്പ പറഞ്ഞിട്ട് വരിക, വിളിക്കുകയാണെങ്കിൽ പപ്പ എന്ന് പറഞ്ഞിട്ടാണ് സംസാരിക്കുക. അപ്പോൾ വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു കുട്ടി, നല്ല കുട്ടി. ആൻഡ് സെക്കൻഡ് തിങ്, ഏറ്റവും ടഫായിരുന്നു അവളുടെ സമയം. എന്താ പറഞ്ഞാൽ 90% സീനിൽ അവളുണ്ട്. അപ്പോൾ ഫുൾ ടൈം ഹാർഡ് വർക്കിംഗ് ആണ്, ടാലന്റഡ് ആണ്. എനിക്ക് ഷുവർ ആണ് അവൾ ഇനി ഒരുപാട് കാര്യങ്ങളിലേക്ക് സിനിമ കണ്ടില്ലേ, സിനിമയിൽ ഒരു ചെറിയ റോളിൽ വന്ന് പോയിട്ടും ശ്രദ്ധിക്കും ആൾക്കാർ. പാർവതിയുടെ ഒരു ക്വാളിറ്റി അതാണ്, എന്ത് ചെയ്യുകയാണെങ്കിലും 100% എഫേർട്ട് അതിലേക്ക് ഇടും. ഇപ്പൊ അവള് പോയി എന്നെക്കാട്ടും മുമ്പാണല്ലോ അതിലേക്ക് എത്തിയത്, മറ്റേ മുടിയന്റെ വൈഫായിട്ട് അതിലേക്ക് വരുന്നത്. അപ്പോൾ നാച്ചുറൽ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് പോയി നിൽക്കുന്നത്. അതായത് ഒരുപാട് 7-8 വർഷങ്ങൾ തഴമ്പിച്ച് നിന്ന ഒരു ഗാങ്ങിന്റെ ഇടയിലേക്കാണ്. അവിടെ ഒരു സ്ഥാനം കണ്ടുപിടിച്ചു. എന്തൊക്കെ ആദ്യമുള്ള ആൾക്കാർക്ക് ഒരു ഇതാര് പുതിയതെന്നൊക്കെ തോന്നിയെങ്കിലും അത് അവളുടെ കഴിവാണ്. അവളുടെ ഒരു സ്ഥാനം ഉറപ്പിച്ചു എന്നുള്ളത്. ആൻഡ് ഓൾ ദി ബെസ്റ്റ് ടു ഹെർ. അപ്പൊ ഞങ്ങൾക്ക് നല്ലൊരു അടിപൊളി ദിവസമായിരുന്നു കേട്ടോ. നല്ല രണ്ടുപേരുടെയും കുറച്ച് അധിക സമയം ഞങ്ങൾക്ക് തന്നു. കുറച്ച് സമയം എന്ന് പറഞ്ഞത് ഭയങ്കര മോശമായി. ഞങ്ങളും ഭയങ്കര എൻജോയ് ചെയ്തു. ആണോ? ഹോൾ എക്സ്പീരിയൻസ്. താങ്ക് യു. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള, കൂടുതൽ പേർക്കും പിള്ളേർക്ക് വരെ അറിയാവുന്ന നമ്മുടെ രാമകുമാരനെയും ഇതാണ് നമ്മുടെ രാംകുമാറിന്റെ സ്വന്തം. അതെ, ഇത് ഒറിജിനൽ. അവിടെ സജിത ബേട്ടിയായിരുന്നു റിയൽ ലൈഫ്, ഇത് റിയൽ ലൈഫ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം, എന്താണ് രാജേഷിനോടും വൈഫിനോടൊക്കെ പറയാനുള്ളതൊക്കെ ഞങ്ങൾ കമന്റ് ആയിട്ട് പ്രതീക്ഷിക്കുന്നുണ്ടല്ലേ. അപ്പൊ ഇറ്റ്സ് മീ എലിസ. ടേക്ക് കെയർ. ബൈ.